ഭരണഘടനാ സംരക്ഷണം ലഭിക്കേണ്ട മധുവിന് ഒരു സംരക്ഷണവും ലഭിച്ചില്ലെന്നാണ് ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സത്യം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ പരാജയപ്പെട്ടെന്നും കോടതി നിരീക്ഷിച്ചു. അക്രമത്തിന് സാക്ഷിയായവർ സത്യത്തിന് നേരെ കൂട്ടത്തോടെ കണ്ണടച്ചു. കൂറുമാറിയത് നിസ്സാരമല്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. ഷപ്ന വിവരങ്ങളുമായി ചേരുകയാണ്. ഷപ്ന, എന്തൊക്കെയായിരുന്നു കോടതി നിരീക്ഷണങ്ങൾ? സെതു, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നേരത്തെ രാവിലെ തന്നെ ഇവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും ഉച്ചയ്ക്ക് ശേഷം ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മാത്രമാണ് ഇതിൻ്റെ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഈ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് കോടതി ചില നിർണായകമായ പരാമർശങ്ങൾ നടത്തുന്നത്. അതിൽ സാക്ഷികൾ കൂറുമാറിയത് സംബന്ധിച്ചുള്ള എടുത്തു പറയേണ്ടതുണ്ട്. സാക്ഷികൾ കൂറുമാറിയത് നിസ്സാരമായി കാണാനാവില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു വലിയൊരു വിഭാഗം ആളുകൾ സത്യത്തിന് നേരെ കണ്ണടക്കുകയായിരുന്നു എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഈ ആൾക്കൂട്ട കൊലപാതകം കണ്ടുനിന്ന പലരും അത് പ്രതികൾക്ക് അനുകൂലമായി വിചാരണ കോടതിയിൽ മൊഴി നൽകുന്ന സാഹചര്യമുണ്ടായി. അതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് വിചാരണ കോടതിയിൽ നിന്ന് ചെറിയ ശിക്ഷ മാത്രം ഈ പ്രതികൾക്ക് ലഭിച്ചത് എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ദളിത് വിഭാഗത്തിൻ്റെ ഒരു ജീവിതവും ഭരണഘടനാ തത്വങ്ങളും തമ്മിൽ പൊരുത്തപ്പെട്ടല്ല പോകുന്നത്. അവരുടെ ജീവിത രീതി ഭരണഘടനാ തത്വങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി ഭരണഘടനാ മൂല്യങ്ങൾ അനുസരിച്ച് മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട്. എന്നാൽ ഈ ആദിവാസി യുവാവായ കേവലം 40 കിലോ മാത്രം ഭാരമുള്ള ഒരു ആദിവാസി യുവാവ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഈ മധുവിന് ഏതെങ്കിലും തരത്തിൽ മനുഷ്യാവകാശം അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉണ്ട് എന്ന് കണക്കാക്കുന്നതിൽ ഈ പ്രതികൾ പരാജയപ്പെട്ടു. അല്ലെങ്കിൽ അത്തരം ഒരു അവകാശം ഇല്ല എന്നൊരു തോന്നലിലാണ് പ്രതികൾ ഇത്തരത്തിലുള്ള ക്രൂരമായ കുറ്റകൃത്യം ചെയ്തത്. അതിന് നേരെയുള്ള ഇത്തരം ഒരു ആക്രമണത്തോട് കണ്ണടയ്ക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുകയുമായിരുന്നു. കോടതി പ്രധാനമായും പറഞ്ഞത് കേരളത്തിലെ കോടതികൾക്ക് മുന്നിലെത്തുന്ന ആദ്യത്തെ ആൾക്കൂട്ട കൊലപാതക കേസ്. അത് നമുക്കറിയാം, കേരളത്തിൽ ഇത്തരത്തിലുള്ള കേസ് മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മധുവിൻ്റെ ചിത്രമടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോഴൊക്കെ വലിയ രീതിയിൽ പ്രതികരണമുണ്ടാകുകയും കേരളത്തിന് പുറത്തും രാജ്യത്താകമാനം ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുകയൊക്കെ ചെയ്തത്. കോടതി തന്നെ പറയുന്നു, ആദ്യമായിട്ടാണ് കോടതിക്ക് മുന്നിൽ ഇത്തരത്തിലൊരു കേസ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിസ്സാരമായി കാണാനാവില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് പറയുകയും ഓരോ വകുപ്പുകളിലും, അതായത് നരഹത്യ, SC/ST അട്രോസിറ്റി അടക്കമുള്ള ഓരോ വകുപ്പുകളിലും പ്രത്യേകമായി ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും കോടതി ചെയ്തിട്ടുണ്ട്. കനത്ത പിഴയും ഇവരിൽ നിന്ന് ചുമത്താൻ കോടതി തീരുമാനിക്കുകയും ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്.